ഹായ് ഗൈസ്, ബിറ്റ് കോയിന് ഓൾ ടൈം ഹൈ ലെവൽസിനാണുള്ളത്. എല്ലാ ആൾക്കാരും ബിറ്റ് കോയിനെ കുറിച്ചിട്ട് പ്രൈസും അതേപോലത്തെ റിട്ടേൺസിനെ കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും നോക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ബിറ്റ് കോയിനിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൂടാ, ഇനിയും പുതുതായിട്ടുള്ള ഒരു ഹൈ മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ബിറ്റ് കോയിനിൽ ഇന്ത്യയിലുള്ള ടാക്സിന്റെ ഒരു പ്രസക്തി. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ലാഭമാണോ അതേപോലെ നഷ്ടമാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊരു വേറൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പേ ചെയ്യേണ്ട ടാക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ബിറ്റ് കോയിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ബിറ്റ് കോയിൻ്റെ കേസ് പറയലാണെന്നുണ്ടെങ്കിൽ എന്താണ് ബിറ്റ് കോയിൻ എന്നറിയാത്തവർക്ക് ചെറിയൊരു ഐഡിയ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വരാം. ബിറ്റ് കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിർച്വൽ കറൻസിയാണ്. നമുക്ക് മണിയുടെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി ടൈപ്പാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ഒരു അസറ്റായിട്ടും അതേപോലെ ട്രേഡ് ചെയ്യാനെല്ലാം പറ്റുന്നതാണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് സതോഷി നാക്കോമോട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിന്റെ വൈറ്റ് പേപ്പർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് സതോഷി നാക്കോമോട്ടോ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണോ ഒരു പേഴ്സൺ ആണോ നമുക്ക് അറിയില്ല. ഇപ്പോഴും അതിന്റെ ഒരു ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കാം, ഏറ്റവും ഈ ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്ന കാര്യത്തിന് എന്താണ് ഇത്ര പ്രത്യേകത നമ്മൾ അറിയണമല്ലോ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നോളജിയാണ്. ഇതിന്റെ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. മറ്റ് കറൻസീസ് നോക്കുന്ന സമയത്ത് പല പോരായ്മകളും ഉണ്ട്. പക്ഷെ ബിറ്റ് കോയിനിൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻറ്റേജും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ വളരെ സേഫ് ആണ്. ഹാക്കഡ് ആകാനുള്ള പ്രോബിലിറ്റി എല്ലാം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കറൻസിക്ക് ഇത്രയധികം ആൾക്കാരെ വിശ്വസിക്കാനും ഇതിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള റീസൺസ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റ് വീഡിയോസിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെ വർക്കാന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഒരു മണിയുടെ വേറൊരു ഫോമാണ്. നമുക്കതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും, കറൻസിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന്റെ ടെക്നോളജി വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ആണ്. ഇത് കൊണ്ടുവന്ന ആൾക്കാർ നമുക്കറിയില്ല. അതേപോലെ തന്നെ ഇതിനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സസേ ഉള്ളൂ. ഓൾമോസ്റ്റ് 21 മില്യൺ ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള ബിറ്റ് കോയിന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന്റെ സോഴ്സസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യം എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇത് ഇന്ത്യയിൽ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്. ഇപ്പം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇതിന്റെ മുകളിൽ ടാക്സസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ബിറ്റ് കോയിൻ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നത് ലീഗൽ തന്നെയാണ്. ഓക്കെ, നമ്മൾ ടാക്സസ് പേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ രജിസ്റ്റേർഡ് ആയില്ല, ഇന്ത്യയിൽ രജിസ്റ്റർഡ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ബിറ്റ് കോയിൻ ലീഗലാണ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ള ഒരു അസറ്റായിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടാക്സസിനെ കുറിച്ചാണ്. ഓൾമോസ്റ്റ് നമ്മൾ ക്രിപ്റ്റോന്റെ മുകളിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന് 30% ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അതായത് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടില്ല. എപ്പോഴാണ് നമ്മളൊരു കറൻസി വിൽക്കുന്നത്, ആ ഒരു ക്രിപ്റ്റോ കറൻസി വിൽക്കുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കിയുള്ള പ്രോഫിറ്റിന് മുകളിൽ 30% ടാക്സ് നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ, നമ്മൾ ഒരിക്കലും ആ ഒരു കറൻസി ബൈ ചെയ്യുന്ന സമയത്തല്ല ടാക്സസ് കൊടുക്കുന്നുണ്ടാകുക. എപ്പോഴാണോ സെല്ല് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ടാക്സ് എന്തായാലും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്തൊക്കെ രീതിയിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോസിനാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ക്രിപ്റ്റോ ത്രൂ ആണ് ഏൺ ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ ഉണ്ടാകുന്ന ഒരു ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ കോയിൻ ഏൺ ചെയ്യുന്നത്, എയർ ഡ്രോപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് ക്രിപ്റ്റോ മൈനിങ്. മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ്ലി കുറച്ച് അധികം ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോ മൈനിങ്. ക്രിപ്റ്റോന്റെ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്ന ഒരു റിവാർഡാണ് ക്രിപ്റ്റോ ആയിട്ട് നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ മൈനിങ്ങിൽ എടുക്കുന്നുണ്ടാകാം. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ക്രിപ്റ്റോയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടാക്സബിൾ ആണ്. ഇതിന്റെ മുകളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നമ്മൾ 30% ടാക്സ് അടക്കേണ്ടതാണ്. അതേപോലെ മറ്റൊരു ടാക്സ് പേ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്, ഇപ്പം നമുക്കൊരു ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു ക്രിപ്റ്റോ നമുക്ക് തരുത്താണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു ബിറ്റ് കോയിന്റെ വാല്യൂ 50,000 താഴെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 50,000 വരെ നമുക്ക് അതിന് ജനറേറ്റ് ആകുന്ന പ്രോഫിറ്റിനോ അതിൻ്റെ ഒരു ക്യാപിറ്റൽ ഗെയിനോ ഒന്നും നമ്മൾ ടാക്സസോ കാര്യങ്ങളോ ഒന്നും പേ ചെയ്യാണ്ട് വരില്ല.
പക്ഷെ അതിന്റെ മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 50,000 ഇപ്പോൾ ഒരു 1,00,000 രൂപയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 50,000 വരെ നിങ്ങൾ ടാക്സസോ കാര്യങ്ങളൊന്നും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല 30%. പക്ഷെ ആ ഒരു 50,000 മുകളിലുള്ള ഒരു 50,000 ഉണ്ടല്ലോ, ഇപ്പോൾ 1,00,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു 50,000 മുകളിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ക്ലിയർ? അപ്പോൾ ഒട്ടുമിക്ക എല്ലാ കേസും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ളൊരു കാര്യമാണ് സ്വാപ്പ് എന്ന് പറയും. സ്വാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്രിപ്റ്റോ ഉണ്ട്, ആ ഒരു ക്രിപ്റ്റോ വേറൊരു കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ക്യാപിറ്റൽ ഒരു പ്രോഫിറ്റ് ജനറേഷനും നമ്മൾ ടാക്സസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഫ് സെറ്റ്. നമ്മൾ നോർമലി ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അതേപോലെ ITR ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു ലോസസ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഇവിടെ കാണിച്ചുകൊണ്ട് നമുക്കത് ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്കവിടെ ടാക്സ് അടക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ക്രിപ്റ്റോയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു 10,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 3,000 രൂപ നിങ്ങൾ എന്തായാലും ടാക്സസ് ആയിട്ട് കൊടുക്കണം. പക്ഷേ അതേ സ്ഥലത്ത് നമ്മൾ ഒരു 10,000 രൂപ ലോസ് ആക്കിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഓഫ് സെറ്റ് ആക്കാൻ പറ്റില്ല, നമ്മൾ എന്തായാലും അവിടെ ടാക്സസ് പേ ചെയ്യുന്നേ വേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഓഫ് സെറ്റിംഗ് എന്നുള്ള ഒരു സെറ്റിംഗ് ഇവിടെ വരുന്നില്ല. അതേപോലെ ക്രിപ്റ്റോ പേ ചെയ്യുന്ന സ്ലാബോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ഇത്രയുടെ മുകളിലാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു കേസ് എടുക്കലാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കാറ്റഗറീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു ക്രിപ്റ്റോന്റെ മുകളിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ പ്രോഫിറ്റ് ജനറേറ്റ് എപ്പോൾ സെല്ല് ചെയ്താലും നിങ്ങൾ ആ ഒരു പ്രോഫിറ്റിന്റെ മുകളിൽ ഉണ്ടാകുന്ന ലാഭത്തിന്റെ 30% നിങ്ങൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തായിട്ട് വരുന്നതാണ് TDS. നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്താണ് TDS പഠിക്കുക. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു, ആ ഒരു ട്രേഡിൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും, നമ്മൾ 1000 രൂപയുടെ ഒരു ട്രേഡിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് TDS പിടിക്കില്ല. എപ്പോഴാണോ സെല്ല് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 1% എന്നുള്ളൊരു എമൗണ്ട് TDS ആയിട്ട് പിടിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു TDS നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനെല്ലാം പറ്റുന്നതാണ്. ഇത് നമുക്ക് ഫയൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 26AS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻകം ടാക്സിന്റെ ഫയലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പേ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഏത് ITR ഫയൽ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു CA കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഏത് ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവരായിരിക്കും തീരുമാനിക്കുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ഫോം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ടാകുക. ITR 2, ITR 3 എന്നുള്ള രീതിയിലായിരിക്കും ഫയൽ ചെയ്യുന്നുണ്ടാകുക. ക്യാപിറ്റൽ ഗെയിൻസ് ക്രിപ്റ്റോ എന്നുള്ള ഈ ഒരു രീതിയിലും, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഏണിംഗ് ആസ് എ ബിസിനസ് ഇൻകം എന്നുള്ള രീതിയിലായിരിക്കും ഫയൽ ചെയ്യുന്നുണ്ടാകുക. നമ്മുടെ ടാക്സസ് ITR ഫയൽ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഉള്ള കണ്ടന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ്സ് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.